ഹായ് ഫ്രണ്ട്സ്, അഡീനെ ഹബിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കിച്ചൺ കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. നമുക്ക് അടുക്കളയിലുണ്ടാകുന്ന കിച്ചൻ്റെ എല്ലാ വേസ്റ്റുകളും, ഭക്ഷണ സാധനങ്ങളും, പച്ചക്കറി വേസ്റ്റുകളും എല്ലാം, പച്ച മീനും പച്ച ഇറച്ചി ഒഴിച്ച് ബാക്കി എല്ലാ വേസ്റ്റുകളും നമുക്കിത് കമ്പോസ്റ്റാക്കി എടുക്കാം. ഞാൻ കമ്പോസ്റ്റാക്കി 3 മാസമായി കമ്പോസ്റ്റ് ഞാൻ ഇട്ട് തുടങ്ങിയിട്ട്. കമ്പോസ്റ്റ് ആക്കിയ എടുത്തത് ഞാൻ കാണിച്ചു തരാം. കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇത് 3 മാസമായി ഞാൻ കിച്ചൺ വേസ്റ്റ് ഇട്ട് വെച്ച ആദ്യത്തെ ബാസ്ക്കറ്റാണിത്. ഇതിൽ പുഴുക്കളൊന്നും വന്നിട്ടില്ല. ഇത് 3 മാസം പൂർത്തിയായി. ഇത് നമുക്ക് തട്ടിയിട്ട് നോക്കാം എങ്ങനെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടോയെന്ന്. എല്ലാ പച്ചക്കറിയുടെ എല്ലാ വേസ്റ്റുകളും ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് മണ്ണ് വേണമെങ്കിലും ഇടാം, ചകിരിച്ചോറ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം വേസ്റ്റ് ആവാൻ വേണ്ടി. ഞാനിതിൽ ചകിരിച്ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്ത ബാസ്ക്കറ്റിൽ മണ്ണിട്ട് കൊടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒറ്റ പുഴുക്കൾ പോലും ഇല്ല, നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നനവുണ്ട്, അത് നമുക്ക് കുറച്ച് വെയിലത്തിട്ട് നല്ലവണ്ണം ഉണക്കിയെടുക്കണം. ഇല്ലെങ്കിൽ അതിലുള്ള വല്ല പുഴുക്കളോ എന്തെങ്കിലും അതിൻ്റെയൊക്കെ മുട്ടകളോ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതായി റെഡിയായി കിട്ടും. 2 ദിവസം വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയെടുത്താൽ ഇത് നമുക്ക് അടീനിയത്തിനും എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാത്തിനും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുതിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നേരത്തെ ഇട്ട് വെച്ച ബാസ്ക്കറ്റിൽ അന്നുള്ള വേസ്റ്റുകൾ ഇതുപോലെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് ഇതുപോലെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്താലും മതി. പിന്നെ ഇതിൽ പച്ച ഇലകൾ വേണമെങ്കിലും എല്ലാം ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ചകിരിച്ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. 3 മാസം കൊണ്ട് നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ നല്ല കിച്ചൺ കമ്പോസ്റ്റ് ഉണ്ടായി കിട്ടും. പഴത്തൊലിയും ഫ്രൂട്ട്സിൻ്റെ തൊലികളും പച്ചക്കറി വേസ്റ്റുകളും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഗുണങ്ങളും ഉണ്ടാവും. എല്ലാ ചെടികൾക്കും പൂക്കാനും കായ്ക്കാനും വളർച്ചയ്ക്കും എല്ലാം നല്ലൊരു വളമാണ്. ഇതുപോലെ പച്ചക്കറി വേസ്റ്റ് എല്ലാം ഇട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ചകിരിച്ചോറ് തൂക്കി കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് മണ്ണിടുക. പിറ്റേ ദിവസത്തെ കിച്ചൺ വേസ്റ്റ് ഇതുപോലെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലും കുറേശ്ശെ മണ്ണിടുക. അങ്ങനെ ഒരേ ദിവസത്തെ കിച്ചൺ വേസ്റ്റും ഇതുപോലെ ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണോ ചകിരിച്ചോറോ ഇട്ട് കൊടുത്ത് ഇതുപോലെ മൂടി വയ്ക്കുക. ഇനി വലയിട്ട് മൂടണമെന്നൊന്നുമില്ല. ഇത് ഞാൻ ഇവിടെ കുരങ്ങൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് വലയിട്ട് മൂടിയതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കിച്ചൺ വേസ്റ്റുകളെല്ലാം വലിച്ചെറിയാതെ എല്ലാ വേസ്റ്റുകളും ഇതുപോലെ കിച്ചൺ കമ്പോസ്റ്റാക്കി എടുക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.